Hi friends, welcome to Competitive Cracker in Srigala. ഇന്ന് LP-UP ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, മിസ്സേ എത്ര നേരം പഠിച്ചാലാണ് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുക അല്ലെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഹാർഡ് വർക്ക് എന്നൊരു വാക്കിൽ നിന്നും സ്മാർട്ട് വർക്ക് എന്ന വാക്കിലേക്ക് മാറിയ ഒരു സമയമാണിത് അല്ലേ. അപ്പോൾ നമ്മുടെ പഠന സ്ട്രാറ്റജി നമ്മൾ ഹാർഡ് വർക്കിൽ നിന്നും സ്മാർട്ട് വർക്കിലേക്ക് മാറ്റി. അതേപോലെ തന്നെ ഉറപ്പായിട്ടും മാറ്റേണ്ട മറ്റൊരു പദമാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി എന്ന വാക്കിൽ നിന്നും ക്വാളിറ്റേറ്റീവ് സ്റ്റഡി. ഇവിടെ എത്ര നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എത്ര നേരം ഏതെല്ലാം വിഷയങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഒരു വിഷയത്തിന് നമ്മൾ എടുക്കുന്ന സമയം തീരുമാനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ആദ്യം ആ ഘടകങ്ങളെ നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റും നിങ്ങളുടെ വീക്ക് പോയിന്റും ഏതാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സയൻസിലെ ഭാഗങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അവിടെ സയൻസ് എന്ന വിഷയത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി കുറവ് ടൈം മതി. അതേസമയം ഞാൻ GK ഒരുപാട് സമയം എടുക്കും, കാരണം എനിക്കത് മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ച് GK നിന്ന് വരുന്ന കുട്ടികൾക്ക് സമയം സയൻസിന് കൂടുതലും മറ്റേ നമ്മുടെ GK ഭാഗങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറവും വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിന് നമ്മൾ ടൈം സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രോങ് പോയിന്റ് നമ്മളുടെ വീക്ക് പോയിന്റ് നമ്മൾ അവിടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് LP-UP പോലൊരു എക്സാമിന് കോർ വിഷയങ്ങളുണ്ട്. ഏതൊക്കെയാണ് കോർ വിഷയങ്ങൾ? അതായത് നമ്മളുടെ സൈക്കോളജി 20 മാർക്കിന് ചോദിക്കുന്ന സൈക്കോളജി, സയൻസ് 27 മാർക്കിന് നമുക്ക് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, മലയാളം ഉണ്ട്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ കോർ സബ്ജക്ട്സിന് നമ്മൾ തീർച്ചയായിട്ടും പ്രയോറിറ്റി കൊടുക്കണം, നല്ല പ്രാധാന്യം കൊടുക്കണം. അതിൽ തന്നെ നിങ്ങളുടെ പഠന സമയത്തിൽ കുറച്ച് സമയം നിങ്ങൾ കൃത്യമായിട്ട് എന്തിനു വേണ്ടി മാറ്റി വയ്ക്കണം? ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പുകളിൽ പറയുന്നത്, ഞങ്ങളുടെ കുട്ടികളുടെ അടുത്ത് പറയുന്നത്, ആ ഗ്രൂപ്പിൽ തരുന്ന വർക്കൗട്ട് നിങ്ങൾ ചെയ്യുക. ആ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഓരോ വിഷയവും മാത്സ് ആണെങ്കിൽ ഡെയിലി നമ്മൾ കണക്ക് കുറച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ എത്ര അറിയുന്നവരോ ആയിക്കോട്ടെ, എത്ര അറിയാത്തവരോ ആയിക്കോട്ടെ, പക്ഷെ കുറച്ച് കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കി അതിലേക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടോ, അതിന് നിങ്ങൾ എത്ര സമയമെടുക്കുന്നു, അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എത്ര സമയമെടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളവിടെ തീർച്ചയായിട്ടും അനലൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് അനലൈസ് ചെയ്യണം, നിങ്ങളുടെ വീക്ക് പോയിന്റ് അനലൈസ് ചെയ്യണം. ഡെയിലി നിങ്ങളുടെ പഠനത്തിൽ കുറച്ച് സമയം കൊടുക്കേണ്ട വിഷയങ്ങൾ ഏതാണോ അതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. മൂന്നാമത്തത് ആസ് എ പേഴ്സൺ, മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് എവിടെയെല്ലാം സമയം കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു ഷെഡ്യൂൾ കൊടുക്കും. അതായത് Day 1 നിങ്ങൾ ഇത്ര പഠിക്കണം, Day 2 നിങ്ങൾ ഇത്ര പഠിക്കണം. അത് ഒരു എക്സ്പീരിയൻസ്ഡ് മെൻറ്ററിൻ്റെ കയ്യിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഒരു ഷെഡ്യൂളാണ്. അതായത് ഒരു പരീക്ഷയ്ക്ക് പ്രയോറിറ്റി അനുസരിച്ച് എന്തെല്ലാം പഠിക്കണോ അത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഷെഡ്യൂൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ സമയം ആ ഷെഡ്യൂളിന് അനുസൃതമായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് തികച്ചും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളോട് എനിക്ക് ഇപ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയോടോ അല്ലെങ്കിൽ ഒരു ആളോട് എനിക്കിപ്പോൾ റിസൈൻ ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം മാർച്ച് കഴിഞ്ഞാൽ അവധിയാണ് അവിടെ അല്ലേ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പഠനത്തെ ക്രമീകരിക്കാൻ പറ്റുന്ന കുറച്ച് സമയങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏർലി മോർണിംഗ് ആവാം, ലേറ്റ് നൈറ്റ് ആവാം, പക്ഷെ തീർച്ചയായിട്ടും അവിടെ സാക്രിഫൈസസ് വേണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഷെഡ്യൂളിനെ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റണം. നിങ്ങൾ വീട്ടമ്മമാരാണ് എങ്കിൽ, കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയം അവിടെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ പറയും ഞാൻ ജോയിൻറ്റ് ഫാമിലിയാണ്. അങ്ങനെ ഇഷ്യൂസ് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് അതിനെല്ലാം മാറ്റി വയ്ക്കാം. സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഒരു എക്സ്പേർട്ട് മെൻറ്റർ തരുന്ന ടൈം ടേബിളിനെ നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റണം. അൾട്ടിമേറ്റ്ലി എത്ര മണിക്കൂർ പഠിക്കണം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളുടെ പഠനത്തിൽ മാത്രമല്ല റിവിഷനും അവിടെ പ്രാധാന്യം കൊടുക്കണം. വേണ്ടേ? ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും അവിടെ റിവിഷന് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ദിവസം ഇത്ര സമയം മാറ്റി വയ്ക്കണം. ഓക്കെ, അവധി ദിവസങ്ങൾക്ക് മറ്റൊരു ഷെഡ്യൂളായിരിക്കണം, അതുപോലെ തന്നെ നോർമൽ വർക്കിംഗ് ഡേയ്സിൽ മറ്റൊരു ഷെഡ്യൂളായിരിക്കണം. ഓരോ ദിവസത്തിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഷെഡ്യൂൾ പോകുന്നത്. പക്ഷേ എങ്ങനെ നോക്കിയാലും മിനിമം ഒരു 5 to 6 hours എങ്കിലും നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മാറ്റി വെക്കേണ്ട സമയമാണത്. ഇപ്പോൾ 1.5 കൊല്ലം മുമ്പ് നമ്മളോടൊപ്പം പഠിച്ചു തുടങ്ങിയ കുട്ടികളോട് നമ്മൾ പറയും ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ മാറ്റി വെക്കുമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏകദേശം 6 മാസത്തിന് താഴെ നമ്മുടെ പരീക്ഷയ്ക്ക് സമയമുള്ളൂ.
അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം മിനിമം നിങ്ങളൊരു 5 മുതൽ 6 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റിവെക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്നവരാണെങ്കിലും യാത്ര ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് റിവിഷൻ, അല്ലേ? അവിടെ നിങ്ങൾക്ക് കേട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ ചെയ്തൊരു പരിപാടിയുണ്ട്, അവരുടെ വോയിസിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വാട്സാപ്പിൽ ഇട്ട് വെക്കും. അവർ അടുക്കളയിൽ നിൽക്കുമ്പോഴും അങ്ങനെ പല സാഹചര്യങ്ങളിലും അവരത് ഓൺ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ ക്ലാസ് ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ, 5 മുതൽ 6 മണിക്കൂർ വരെ നിങ്ങളിത് പഠിക്കണം എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് മെറ്റീരിയൽ കളക്ഷനോട് കൂടി നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയമാണ് പറയുന്നത്. ഈ 5 മണിക്കൂറിനും ഇടയ്ക്ക് അല്ലെങ്കിൽ 6 മണിക്കൂറിനിടയ്ക്ക് ബുക്ക് തപ്പാൻ പോകുന്നതും പേപ്പർ എടുക്കാൻ പോകുന്നതും ഇതൊന്നും ആ സമയത്ത് കൂട്ടത്തില്ല കേട്ടോ. എല്ലാം നമ്മുടെ കയ്യിൽ എപ്പോഴും റെഡി ആയിട്ട് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മിനിമമാണ് ഇപ്പോഴും പറയുന്നത്, മിനിമം 5 to 6 hours എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അത് വർക്ക് ചെയ്യുന്നവർക്ക് കൂടി കൺസിഡർ ചെയ്തിട്ട് ഞാൻ പറയുന്ന സമയമാണ്. പക്ഷെ അതല്ല, നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ സക്സസ് സ്റ്റോറീസിൽ വന്ന കുട്ടികളൊക്കെ പറയാറുണ്ട് അല്ലേ, അവരോട് നമ്മൾ എത്ര നേരം പഠിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആരും പറയാറില്ല ഇത്ര മണിക്കൂറെന്ന്. അവർ പറയാറുണ്ട് ഞങ്ങൾ എപ്പോഴും പഠിക്കും മിസ്സേ, എപ്പോഴൊക്കെ പഠിക്കാമോ അപ്പോഴൊക്കെ പഠിക്കും, ഉറക്കം വരാണ്ട് പഠിക്കും, അല്ലേ? അപ്പം ആ ഒരു ഡ്രൈവോട് കൂടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന സമയം ഏറ്റവും നല്ല റിസോഴ്സസ് ഉപയോഗിച്ച് തന്നെ പഠിക്കുക. നമുക്ക് എത്ര ഷെഡ്യൂൾ നമ്മളുടേതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാലും ഒരു എക്സ്പേർട്ട് ഷെഡ്യൂൾ, ഏതൊക്കെ സബ്ജക്റ്റിനും പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു എക്സ്പേർട്ട് ഷെഡ്യൂളും കൂടി നിങ്ങളുടെ കൈകളിലേക്ക് തീർച്ചയായിട്ടും എത്തണം. ഇനി അധികം സമയമൊന്നുമില്ല അല്ലേ, ഇതിപ്പോൾ ഫെബ്രുവരിയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിനോട് കൂടി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ പരീക്ഷ. അപ്പോൾ ഈ സമയം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, ഇനി പഠിച്ചാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, ഒരു ടെൻഷനും വേണ്ട. ഇനി പഠിച്ചാലും കിട്ടും. അടുത്ത വർഷത്തെ സാഹചര്യം അല്ലെങ്കിൽ അടുത്തൊരു LP-UPയുടെ സാഹചര്യം നമുക്കറിയില്ല. കാരണം എന്താണ്, നമുക്ക് ഇപ്പോൾ തന്നെ ഡിഗ്രി മിനിമം യോഗ്യത ആവണമെന്നൊക്കെ പല അഭ്യൂഹങ്ങളും നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത LP-UP എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് LPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ഇടുക. അതിനുവേണ്ടി എന്താണോ സാക്രിഫൈസ് ചെയ്യാൻ പറ്റുക, സമയമാവാം, നിങ്ങളുടെ ഇഷ്ടങ്ങളാവാം, എന്താണോ അതെല്ലാം സാക്രിഫൈസ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാനിരിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ 1500-ലധികം കുട്ടികളാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ LPSC UPSC എന്ന് പറയുന്ന എക്സാമിൽ ഏറ്റവും നല്ല റിസൾട്ടോടു കൂടി നിൽക്കുന്നത്. ഇപ്രാവശ്യവും എല്ലാ അർത്ഥത്തിലും പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ബാച്ചുമായിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മളുടെ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് അറിയാമല്ലോ അല്ലേ, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ തന്നെ അധ്യാപകരോടൊപ്പം റിവൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും, ഡൗട്ട് ചോദിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, മോഡൽ എക്സാംസും മോക്ക് എക്സാംസും ഡെയിലി റീഡിംഗ് ക്ലാസ്സോട് കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. രാവിലെ 5 മണിക്ക് നമ്മുടെ റീഡിംഗ് ക്ലാസ് ആരംഭിക്കും. ഒരാഴ്ചയിൽ നോക്കുവാണെങ്കിൽ അധ്യാപകരും കുട്ടികളും അവർക്കിടയിലുള്ള ലൈവ് സെഷൻസ് മാത്രം തന്നെ 11 മണിക്കൂറുണ്ട്. അതുകൂടാതെ നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സസ് വേറെയും. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പം വേറെ ഒന്നും ആലോചിക്കാനില്ല, പഠിക്കുക, അത് മാത്രം മതി നമ്മുടെ മനസ്സിൽ. ഉഷാറായിട്ട് തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങിയേക്കുക. കൂടുതൽ വിവരങ്ങളായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വെബിനാറിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.